ആവിയാകുന്ന മാലിന്യങ്ങൾ പോവാൻ, ഒരു 6 ഗ്ലാസ് വെള്ളം രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന മാലിന്യങ്ങൾ പോവാൻ, രാവിലെ 5-5:15 എഴുന്നേൽക്കുമ്പോൾ തലച്ചോറ് ഒപ്റ്റിമം ആക്റ്റീവാ. തലച്ചോറ് നല്ല രീതിയിൽ ആക്റ്റീവായിരിക്കും. അപ്പൊ അത് തലച്ചോറിന് നല്ലതാണ്. അപ്പൊ തലച്ചോറിന്റെ നന്മ, ബാഹ്യ ശരീരത്തിന്റെ നന്മ, ശ്വാസകോശത്തിന്റെ നന്മ, രക്തത്തിന്റെ നന്മ, അതേപോലെ ജോയിന്റുകളുടെ നന്മ, ഇതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ഇത് രാവിലത്തെ ആചാരത്തിൽ തന്നെ ചെയ്തു എന്ന് വിചാരിക്കാം. സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ മുസ്ലിം ആയതുകൊണ്ട് സൂര്യ നമസ്കാരം ചെയ്യാൻ പാടില്ലെന്നൊന്നുമില്ല, നിസ്കരിച്ചാൽ മതി. അതൊരു 10 പ്രാവശ്യം വേണമെന്ന് മാത്രം. അപ്പൊ ആ ജോയിന്റുകള് മൂവ്മെന്റിന് അത് വളരെ നല്ലോണം സഹായിക്കും. അപ്പൊ നമ്മുടെ ആചാരങ്ങൾ മനസ്സിന്റെ നന്മയ്ക്ക് ഉതകുന്നത്. ധാരാളം സന്ദേശങ്ങൾ കേൾക്കാം, ധാരാളം അനുഭവങ്ങൾ കേൾക്കാം, കഥകൾ കേട്ട് മനസ്സിനകത്തേക്ക് വാശിയും പകയുമില്ലാതെ ആധ്യാത്മിക ശാന്തി, ആദിഭൗതിക ശാന്തി, അതിദേവതാ ശാന്തി ഉണ്ടാക്കാനായിട്ട് മനസ്സില്, കുടുംബത്തില്, സമൂഹത്തില്, രാഷ്ട്രത്തില് ശാന്തി ഉണ്ടാക്കാൻ നമ്മുടെ മനസ്സ് നന്മയിലേക്ക് കൊണ്ടുപോകാനുള്ള വഴി പൈതൃകം പഠിക്കുന്നതിലൂടെ, ശരീരം നന്മയിലേക്ക് കൊണ്ടുപോകാനുള്ള വഴി പൈതൃകം പഠിക്കുന്നതിലൂടെ നല്ല ആഹാരം കഴിക്കാം. ഞാൻ രാവിലെ നിങ്ങൾ നോക്കിയാൽ അറിയാം, പണ്ട് ഒരിക്കലും എൻ്റെ ചെറുപ്പകാലത്ത് കണ്ടിട്ടില്ല. എല്ലാ വീട്ടിലും ആദ്യം വരുന്നത് ന്യൂസ് പേപ്പർ, അത് കഴിഞ്ഞ് ഉടനെ വരുന്നത് ശവശരീരമാണ്. മത്സ്യത്തിനെ വിൽക്കണം. അപ്പൊ ആ വീട്ടമ്മ രാവിലെ ഉദയം കഴിഞ്ഞ് ആദ്യം കയ്യിലെടുക്കുന്നത് എന്താ? ഒരു വീട്ടിലെ അമ്മ ആദ്യം കയ്യിലെടുക്കുന്ന ഡെഡ് ബോഡിയാ. ഡെഡ് ബോഡിയല്ലേ അത്? എന്തായാലും ജീവനുള്ള മത്സ്യമാണെങ്കിലും കൊന്നു തിന്നാൻ പോവാണ്. അപ്പോ നമ്മുടെ അകത്തേക്ക് കേറി വരുന്നത് ഡെഡ് ബോഡിയാണ് പാത്രത്തിലേക്ക്. എന്നാൽ രാവിലെ തന്നെ തിന്നുന്നതും ഡെഡ് ബോഡിയാണ്. ഞാനത് അറിഞ്ഞുകൊണ്ട് ആവർത്തിക്കാൻ കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് അതിന്റെ സ്പിരിറ്റ് ഒന്ന് കിട്ടണം. അത് വെറും മത്സ്യം കഴിക്കുന്നു എന്ന അർത്ഥത്തിലല്ലാതെ, നമ്മുടെ വീട്ടിൽ നമ്മൾ പണ്ട് കുളിച്ച് വീട് നല്ല ക്ലീനാക്കി അടിച്ചു വാരി വെള്ളം തളിച്ച്, ഹിന്ദുക്കളുടെ വീട്ടിൽ കോലമിടും, മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനിയുടെയും വീട്ടിൽ വെള്ളം തളിക്കുന്നൊരു പതിവുണ്ട്. ആ ഐശ്വര്യ സമ്പൂർണമായ വീടിന്റെ അന്തരീക്ഷത്തിനകത്തേക്ക് കയറി വരുന്നത് രാവിലെ. എന്താണ്? മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ ഒരു തത്വശാസ്ത്രം, ഫിലോസഫി ആലോചിച്ച് നോക്കാം. അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ അല്ലേ കേരളം ഇന്ന് അശാന്തിയുടെ ക്ലൈമാക്സിലാണ്. അശാന്തിയുടെ ക്ലൈമാക്സിൽ എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഒരു മന്ത്രി പറയുന്ന മാതിരി അല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ വെറുതെ ഒരു പ്രസംഗം നടത്തുന്ന ആൾ പറയുന്ന മാതിരി അല്ല പറയുന്നത്. നിങ്ങൾ ഏത് വീട്ടിൽ കയറി ചെല്ലുക, അവിടെ മക്കൾക്ക് സ്വസ്ഥതയില്ല, ഭാര്യാഭർത്തൃ ബന്ധം സ്വസ്ഥതയില്ല, അച്ഛനും അമ്മയും മക്കളും തമ്മിൽ വഴക്ക്.